പെട്ടെന്ന് കയറ്റിയപ്പോഴത്തേക്ക് ഭയങ്കരമായ ഷിവറിങ്ങും വിറയലൊക്കെ വന്നു. പിന്നെ മരുന്ന് കുറച്ച് കയറ്റി. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പനിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. വല്ല വൈറലായിട്ട് ആട് കോഴിയൊക്കെ ഉള്ളത് കൊണ്ട് ഫുൾ ബിസിയാണ്. അതും ഒരു ബിസിയുടെ ഒരു കാരണമാണ്. ഞാനിപ്പം വലിയ കാര്യമായിട്ട് കൊടുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോയ്ക്ക് അമ്മച്ചി ഒന്നും കഴിക്കാറില്ല. അമ്മച്ചി നിങ്ങളുടെ കൂടെ അല്ലേ താമസം? ഹായ്, ജിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളെ അടുക്കളയിലാണ് കേട്ടോ. ബിന്ദു സ്ട്രീംസ് എപ്പോഴും അടുക്കളയിലായിരിക്കും, എപ്പോഴും തന്നെ. അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഇച്ചിരി ഫ്രീ ആയിട്ടിരിക്കുന്നത്, സത്യം പറയാമല്ലോ. അല്ലാത്ത സമയത്ത് എല്ലാം ഞാൻ ബിസി ആയിരിക്കും. ഞാൻ ഓർക്കുമായിരുന്നേ, പണ്ടൊക്കെ എനിക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നല്ലോ എന്ന്. പക്ഷെ അതുപോലെയൊക്കെ തന്നെയുള്ള ജോലികൾ എനിക്ക് ഇപ്പോഴും ചെയ്യാനുള്ളൂ. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പം ഭയങ്കരമായിട്ട് തിരക്ക് പോലെ തോന്നുന്നു. എന്താണെന്നിട്ട് നമുക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിലേ ഇന്ന് അവധിയും കാര്യങ്ങളൊക്കെ അല്ലേ, ഇന്ന് ഫുള്ള് വിറകടുപ്പിൽ അങ്ങോട്ട് എല്ലാം ഉണ്ടാക്കാമെന്നങ്ങ് വിചാരിച്ച് ഞാൻ ചായ വരെ വിറകടുപ്പിലുണ്ടാക്കിയത്. ചായ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് ആറി. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിക്കലത്തിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു ആവി കൊണ്ട് ചായ വീണ്ടും ഒന്ന് ചൂടായി കിട്ടി. ചേട്ടനിപ്പോൾ ചായയും കുടിച്ചിട്ട് പോയേക്കുവാ. കുറച്ച് വാഴക്കലയൊക്കെ വെട്ടാറുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ മീൻകറി വെക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എന്നും കഷണം മീൻ വാങ്ങി കറി വെച്ച് മടുത്തു. അതുകൊണ്ട് ഈ തുണ്ടമീനില്ലേ, മുള്ളില്ലാതെ കേര ഓലക്കൊടിയൊക്കെ. അപ്പോൾ ഇന്നലെ ഞങ്ങളാണെങ്കിൽ വന്നപ്പോൾ ഇച്ചിരി ചെമ്പല്ലി വാങ്ങിച്ചുകൊണ്ടാണ്. ചെമ്പല്ലി കറി വെച്ചിട്ട് കുറേ നാളായി. ചക്കയാണെങ്കിൽ അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മുടെ ജാക്സൺ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ചക്ക. അതെല്ലാം അരിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ നമുക്കാണെങ്കിൽ ഒന്നിനും സമയം കിട്ടില്ല, അത് പുഴുങ്ങാനുള്ള സമയം കിട്ടി. ഇന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചക്കപ്പുഴുക്കും മീൻകറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചപ്പോൾ പിന്നെ തീ വെറുതെ കത്ത് വെള്ളം നിർത്തി ആദ്യം തന്നെ ചോറങ്ങ് വേവിക്കാൻ വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ മീൻകറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നമ്മൾ വിറകടുപ്പിലാണ് നമ്മൾ മീൻകറി വെക്കുന്നത്. നല്ല രസമാണല്ലേ. ചൂടിച്ചിരി കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുവേ. ഒന്നാമത് വെയിലും സൂര്യൻ്റെ ചൂട് വേറെ, അതിൻ്റെ കൂടെ വിറകിൻ്റെ ചൂടും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും പരുവമാകും. സൺസ്ക്രീൻ ലോഷൻ വാങ്ങണം എന്ന് ഓർത്തിട്ടൊന്നും നടക്കണമില്ല. ഞാൻ അക്കാര്യം കടയിലെത്തിക്കഴിയുമ്പോൾ സൺസ്ക്രീൻ ലോഷൻ്റെ കാര്യം ഞാനങ്ങ് മറന്നു പോകും. അല്ലെങ്കിൽ നമ്മുടെ വ്യാപാരോത്സവമായിരുന്നു തൊടുപുഴ. രാത്രി 1 മണി വരെ എല്ലാ ഷോറൂമുകളും എല്ലാ കടകളും എല്ലാ ഷോപ്പുകളും തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളും തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊന്ന് കറങ്ങിയൊരു വീഡിയോ ഒക്കെ എടുത്ത് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അതിന് പകലാണ് ചൂടിൻ്റെ മേലെ ചുട്ടുപൊള്ളുന്ന ചൂടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മേലൊക്കെ ഒന്ന് തുടച്ചൊക്കെ കൊടുത്ത് ഒരു എന്നാൽ ജലദോഷം പനിക്കൊന്നുമില്ല. എന്നിട്ട് ഞാനൊരു ഡോളോയൊക്കെ കൊടുത്തു. അതെല്ലാം ഒന്ന് കുറച്ചെടുത്തു. വ്യാപാരോത്സവമാണ്. അപ്പോൾ അവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു, അവനെ കൊണ്ട് പോയി. അവളെ ചെന്ന് ഞങ്ങൾ സംഭവത്തിലേക്കൊക്കെ കടന്നപ്പോഴത്തേക്കും അനുസൂടന് ഭയങ്കര വോമിറ്റിങ്, തലകറക്കം, ഇല്ലാത്ത അസുഖങ്ങളും ഒന്നുമില്ല. അവസാനം പിന്നെ നമ്മൾ നേരെ ഹോളി ഫാമിലി ഹോസ്പിറ്റൽ മുതലപ്പുറത്ത് അനുസൂടനെ കൊണ്ടുവന്ന് അവിടെ കാഷ്വാലിറ്റി കയറി ട്രിപ്പൊക്കെ ഇട്ട് കിടത്തി. മരുന്നാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങ് കയറ്റി, ശരീരത്തിലേക്ക് പെട്ടെന്ന് കയറ്റിയപ്പോഴത്തേക്ക് ഭയങ്കരമായ ഷിവറിങ്ങും വിറയലൊക്കെ വന്നു. പിന്നെ മരുന്ന് കുറച്ച് കയറ്റി. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പനിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, വല്ല വൈറലായിട്ട് ഉണ്ടായത് ഈ പൊടിയുടെയൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രിയിലാണെങ്കിൽ കാഷ്വാലിറ്റി ഡോക്ടേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളുടെ വ്യാപാരോത്സവം അവിടെ കട്ടയ്ക്ക് 3G ആയിപ്പോയി. അപ്പോൾ നമ്മളിവിടെ നിന്ന് 9 മണി ആയപ്പോഴാണ് നൈറ്റ് പോയത്. അതുവരെ നമ്മൾ ചക്ക വെട്ടി അരിഞ്ഞെല്ലാം ഫ്രിഡ്ജിൽ കയറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം പുഴുങ്ങാനൊന്നും പറ്റില്ല. ഇന്നലെ ആണെങ്കിൽ നമ്മൾ തിരക്കൊക്കെ ആയിരുന്നു.
ഇന്നലെ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. എന്നാടാ അത് കൊള്ളാവോടാ? അല്ല അസുഖം പിടിച്ചേക്കരുത് കേട്ടോ. നീ എവിടെ കൊണ്ടിട്ടാ ചുട്ടത്? എവിടെ കൊണ്ടിട്ടാ ചുട്ടതെന്ന് പറയാ. അടപ്പുണ്ടാക്കിട്ടല്ലേ എന്നാ പിന്നെ കുഴപ്പമില്ല. നീ അടപ്പുണ്ടാക്കി എന്നാ തെങ്ങിൻ്റെ അത് കൊള്ളൂലട്ടോ. അതൊന്നുമില്ല. മുളം കുറിച്ച് കൊള്ളില്ല, കൊള്ളിച്ചത്. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഇന്നലെ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. ചേട്ടൻ നമ്മുടെ അടുത്ത വീട്ടിൽ തന്നെയാണ്. അവിടെ ചേട്ടൻ്റെ കൂടെ ഒന്നിച്ച് പഠിച്ച ചേട്ടൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പം അതിനങ്ങനെ പോയി. അതിന് ശേഷം നമുക്കിവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ വീട്ടിലെ പിള്ളേർ തന്നെ. നമ്മുടെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോനും മോളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ വീട്ടിൽ ഇതെല്ലാം നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. കെട്ടിയതെല്ലാം നനയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ പണികളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പണികളെല്ലാം തീർത്ത് വെച്ച് പിന്നെ നമ്മൾ നെയ്ശ്ശേരിയിൽ നമ്മൾ ചാച്ചനെ കാണാനായിട്ട് പോയി. അപ്പോൾ നമ്മളാണെങ്കിൽ കഴിഞ്ഞ ദിവസം ചാച്ചൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചാച്ചൻ്റെ അടുത്ത് മേഴ്സി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ബസ്സിനായിരിക്കും വരാമെന്നൊക്കെ ഓർത്ത് നമ്മളവിടെ പോകാൻ പ്ലാനൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ചേച്ചിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് വണ്ടിയും വിളിച്ചാവുന്നു. അങ്ങനെ ചാച്ചൻ്റെ അടുത്ത് പോയി. ഞങ്ങൾ തിരിച്ച് ഇറങ്ങി പോരാൻ നേരത്തെ ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ നാളെ ഇനി വരില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞു. എന്നാൽ ശരി ചാച്ചൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നലെ പോയതാണ്. അങ്ങനെ അവിടെയും പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബീഫ് ബിരിയാണി കഴിക്കാനൊരു മോഹം. അങ്ങനെ നമ്മൾ ബീഫ് ബിരിയാണി പാഴ്സൽ വാങ്ങിച്ചു. അമ്മച്ചിക്ക് ബിരിയാണി റൈസൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ ചേട്ടനും ബിരിയാണീനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേട്ടനും അമ്മച്ചിക്കും കൂടെ പൊറോട്ടയാണ് നമ്മൾ വാങ്ങിയത്. പൊറോട്ടയും ചില്ലി ചിക്കനും വാങ്ങി. ഞാൻ ബീഫ് ബിരിയാണി വാങ്ങി, ആൻസൂട്ട് ചിക്കൻ ബിരിയാണി വാങ്ങി. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ കഴിച്ചു, കിടന്നുറങ്ങി. അങ്ങനെ ഇന്നലത്തെ ദിവസമൊക്കെ അങ്ങനെ അങ്ങ് കടന്നുപോയി. എന്നാണ് ഈ രാവിലെ എണീറ്റ് ഇപ്പം പിന്നെ ആട് കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് ഫുൾ ബിസിയാണ്. അതും ഒരു ബിസിയുടെ ഒരു കാരണമാണ്. ഞാനിപ്പം വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ലല്ലോ. ഇതുങ്ങളെയൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ രസം. എനിക്കാണെങ്കിൽ പക്ഷികളെ മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുങ്ങളുടെ അടുത്തോടെയൊക്കെ പോയി വർത്താനമൊക്കെ പറഞ്ഞ് താറാവിന് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ നടക്കുമ്പോഴത്തേക്ക് അതൊക്കെയായിരിക്കും ജീവിതത്തിലെ തിരക്കുകളെന്നൊക്കെ പറയുന്നത് അല്ലേ. പിന്നെ ജീവിതം അങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിടത്ത് ചോറ് വെന്നുകൊണ്ടിരിക്കുകയാണ്, ഒരിടത്ത് മീൻ വേവിക്കാൻ വെക്കണം. അതിന് ശേഷം നമുക്ക് ചോറ് ഇപ്പം തന്നെ എടുക്കാറാകും. അന്നേരം നമുക്ക് ഇവിടേക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് വെക്കാമത്തേക്ക് ചേട്ടൻ പോയിട്ട് വന്നോളൂ. അപ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് കെട്ടിയില്ലോ. അപ്പോൾ ആ ഗാർഡൻ്റെ ഫ്രണ്ട് കെട്ടി. അപ്പോൾ ആ റോഡിൻ്റെ അരികെ കുറച്ച് മണ്ണാണ്. റോഡിൻ്റെ സൈഡിൽ ടാറ് കഴിയുമ്പോൾ കുറച്ച് മണ്ണാണ്. അപ്പം മഴ പെയ്യുമ്പോഴത്തേക്ക് ചെളി മൊത്തം നമ്മുടെ മതിലേലേക്ക് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സൈഡ് മാത്രം നമ്മൾ നമ്മുടെ തൊട്ട അയൽപക്കത്ത് ചേട്ടനങ്ങളെ കൂടിയിട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കോൺക്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് ഇവിടെ പണിക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ ആ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ സിമെൻ്റൊക്കെ എടുക്കാനായിട്ട് പോയേക്കും. അപ്പോൾ ചേട്ടൻ വരുമ്പോഴത്തേക്കും നമുക്ക് ചക്ക ഉരിഞ്ഞൊക്കെ റെഡിയാക്കി മീൻകറിയൊക്കെ റെഡിയാക്കി കൊടുക്കാം. നല്ല വിറകടുപ്പിൽ നമുക്ക് ചട്ടിയിലുണ്ടാക്കുന്ന, നമുക്ക് ഈ ചക്കപ്പുഴുക്ക് ചട്ടിയിലുണ്ടാക്കാൻ വയ്ക്കാം. അപ്പം ചട്ടിയിൽ പുഴുങ്ങുന്ന ചക്കപ്പുഴുക്കും മീൻകറിയും നമുക്ക് റെഡിയാക്കി കൊടുക്കാം. നമ്മുടെ ചോറ് വെന്തട്ടാ. ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂടി മാറ്റി മീനെല്ലാം ഗ്രേവിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ചക്ക പുഴുങ്ങാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ചക്ക മൂടണേനെ. ചോറൊന്ന് മാറ്റിയപ്പോൾ തന്നെ ചക്ക അടപ്പയിലേക്ക് കയറ്റി വെച്ചു. പെട്ടെന്ന് പണി ചെയ്തല്ലോ. ചോറ് വാർക്കാനായിട്ട് ഞാൻ ഭയങ്കര എക്സ്പേർട്ടായി മാറി കുറേ നാളുകൊണ്ട്. പിന്നെ പറഞ്ഞേ എല്ലാവരും ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു തുണി ഉപയോഗിച്ചിട്ട് വാർക്കാൻ പാടില്ലേ, പേപ്പർ വെച്ച് ഉപയോഗിക്കുന്നത് റിസ്ക് അല്ലേന്ന്. പക്ഷെ എനിക്ക് പേപ്പർ വെച്ചായിട്ട് അറിയാവുള്ളൂ, തുണി വെച്ച് വാർക്കാൻ അറിഞ്ഞുകൂടാ.
ഇവിടെ ഇരുന്നോളൂ, സേഫാണ്. ഇനി ചക്ക മൂടാനായിട്ട് നമുക്കൊരു പാത്രം എടുത്തുകൊണ്ട് വരാം. ഇപ്പം എന്താണേലും ചക്ക മൂടുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. ഒന്നാമത്തെ കാര്യം പൊടികളെല്ലാം മറ്റേ അടുക്കളയിൽ ഇരിക്കണോണ്ടേ എല്ലാം അവിടെ നിന്ന് ഓർക്കത്തില്ല. എല്ലാം അവിടെ നിന്ന് പറക്കി ഇങ്ങോട്ട് പോകുന്നവന്. ചക്കയ്ക്ക് ഉപ്പുണ്ടോ, വിത്തും കൈക്കോട്ടും. മീനകത്ത് ഉപ്പിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഓർത്തത്. കഴിഞ്ഞ ദിവസം മീൻകറി വെച്ചപ്പോൾ ഉപ്പില്ല. പൊതുവെ ഉപ്പ് എനിക്ക് ഒറ്റ തവണ ഇട്ടാൽ ആകുന്നതാണ്. ഇവിടെ ഈ ഒരു വിറക് മതിയായിരിക്കും. ഉപ്പിട്ട് വെക്കുന്നത് ചില്ല് കുപ്പിക്കകത്താണ്. കണ്ടോ, രാവിലെ ചേട്ടൻ വിൽക്കാൻ വേണ്ടിയിട്ട് വാഴക്കൊല ഒടിച്ചപ്പം വെട്ടിയപ്പം ഒരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കായിൽ പൊട്ടിയ കാ കാണും. ഇത് ചൂട് കൊണ്ടൊക്കെ പൊട്ടിപ്പോകും, മൂത്തിട്ട് അങ്ങ് പൊട്ടും. അതിപ്പോൾ കടയിൽ കൊണ്ടുവന്നാൽ ഇരിഞ്ഞ് മാറ്റിയിട്ടാണ് തൂക്കുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഇരിഞ്ഞെടുക്കാമെങ്കിൽ നമുക്കിത് കറി വെക്കാനായിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഒരു മീൻകറി ഉണ്ട്, ഒരു മെഴുക്കുവരട്ടി കൂടെ ഉണ്ടാക്കാമെങ്കിൽ നമ്മുടെ ഊണ്, പിന്നെ അച്ചാറും ഉണ്ട്. നമ്മുടെ ഊണ് കുശാലായില്ലേ എന്ന് ഞാൻ ഓർത്തു. ഇത് പിന്നെ രാവിലെ തന്നെ കിട്ടിയതാണ് വാഴയ്ക്ക, നല്ല മൂത്തതായി. ഇതിപ്പോൾ 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പഴുക്കും. ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാലും അത് പഴുക്കും. ശരിക്കും മൂത്ത് മുട്ടം തട്ടിയ ഞാലിപ്പൂവൻ വാഴയ്ക്കയാണ്. ഞാലിപ്പൂവൻ കറി വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചേട്ടന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കണതാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ അത്യാവശ്യം മൂപ്പ് വേണം. അപ്പം ഞാൻ കാര്യം ചെയ്യും, ഇതിന് രണ്ടിനും ഇടയ്ക്കായിട്ട് വാഴയ്ക്ക അരിയാനായിട്ട് അരിയും, എന്നിട്ട് കറി വയ്ക്കും. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും വരത്തില്ലേ. അപ്പം ഞാൻ വാഴയ്ക്കൊക്കെ അരിയട്ടെ. അപ്പോൾ അതാ നമ്മുടെ വാഴയ്ക്ക അരിഞ്ഞ് ഉപ്പൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചക്കയോ അല്ലെങ്കിൽ മീനോ വെന്ത് കഴിയുമ്പം അടപ്പിൽ നിന്ന് മാറ്റുമല്ലോ. ആ സമയത്ത് നമുക്ക് ഏതടപ്പാണ് ഫ്രീ ആകുന്നതെന്ന് വെച്ചാൽ ആ അടപ്പിനകത്തേക്ക് നമുക്ക് ഇടാം. അപ്പോൾ ചക്കയ്ക്കകത്തൊക്കെ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടട്ടേന്ന് ഞാൻ ഓർത്തു. അപ്പോൾ മീൻകറി ആദ്യം വേവുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വേണം നമുക്ക് വാഴയ്ക്ക വയ്ക്കാൻ. ഇപ്പോൾ ഒരു മീൻകറി, ഒരു വാഴയ്ക്ക, മെഴുക്കുവരട്ടി, അച്ചാറും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് അത് മതി. നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൈ കൊണ്ട് ഇളക്കണമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കൈ നമ്മൾ പാത്രത്തിന് താങ്ങാകാനായിട്ട് കൊടുക്കും. ചക്ക വെന്ത് കുറയുന്ന ചക്കയാണേ. കാരണം ചക്ക അരിഞ്ഞത് ആദ്യം അരപ്പ് ചേർത്തിട്ടപ്പോൾ ഈ പാത്രം മൂടി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ പാത്രത്തിനൊരു 3/4 പാത്രമായിട്ടത് പകുതിയേക്കാളൊരു ഇച്ചിരോടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. പിന്നെ നമ്മൾ ആ 4 പേരുള്ള ആനസൂട്ടനും എന്തോരം കഴിക്കും, ചേട്ടനൊരു ഇച്ചിരി കഴിക്കും. നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി ഇച്ചിരി വാഴക്കുഞ്ഞ് എടുത്തിട്ട് അരിയണം നമ്മുടെ ആടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വാഴയ്ക്ക ഇവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. വാഴയ്ക്കയിൽ വെള്ളം വറ്റിപ്പോയായിരുന്നു. അപ്പോൾ വാഴയ്ക്ക് ഇച്ചിരിയോടെ വേവോടെ ഉണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി വെള്ളമോടെ ഒഴിച്ചു. ഇനി വാഴയ്ക്ക ഈ വെള്ളം കൂടെ വറ്റാതെ പറ്റത്തില്ലല്ലോ.
അപ്പം നമുക്ക് ചോറ് റെഡിയായി, മീൻകറി റെഡിയായി, ചക്ക പുഴുങ്ങിയതും റെഡിയായി. ഈ നൈറ്റിയുടെ ഓരോക്കെ കയറ്റിയിട്ടെ. ഇതെന്തിനാ ആ ചെന്ന അതിനകത്ത് കഴിക്കണേ? മീൻ നടക്കുവാടാ? ഞാൻ അമ്മച്ചുള്ള എന്ന് എടുക്കണത്? ഫോട്ടോ പിടിക്കണത് അമ്മച്ചി കഴിക്കുന്നവരെ കാണാൻ വേണ്ടി. അല്ലെങ്കിൽ അടുത്ത കമൻറ്റ് വരും, അമ്മച്ചി കാണാനില്ല, അമ്മച്ചിക്കൊന്നും കൊടുക്കാറില്ലേ, അമ്മച്ചി ഒന്നും കഴിക്കാറില്ല, അമ്മച്ചി നിങ്ങളുടെ കൂടെ അല്ലേ താമസം? എന്തോരു പേര് ചോദിക്കും. ഒക്കെ ചോദിക്കാനാണ് ആളില്ലാത്ത. അമ്മച്ചിൻ്റെ ലോകത്തുള്ള ആൾക്കാർ മൊത്തം അറിയുമല്ലോ, അമ്മച്ചിയെല്ലാം ആരും അറിയില്ലാത്ത. കുത്തി ഇളക്കി എടുക്കരുത് കേട്ടോ, പൊടിഞ്ഞു പോവും ചെമ്പല്ലി ആയോണ്ട്. വാവ്, അങ്ങനെ അമ്മച്ചി ഈ പ്രാവശ്യത്തെ വിൻസെൻ്റ് ചേട്ടൻ്റെയും ജാൻസി ചേച്ചിയുടെയും പ്ലാവിലുണ്ടായ ചക്കയുടെ ഉദ്ഘാടനം. അപ്പം നമ്മളിതാ കല്ലിലിട്ട് ഉള്ളിയും മുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായോന്നറിയില്ല, ചിലർക്ക് മനസ്സിലായി കാണും. നമ്മുടെ വാഴയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കല്ലൂടെ കഴുകി മാറ്റാം. ചേട്ടന് എനിക്കാണെങ്കിൽ സ്റ്റാൻഡ് പിടിപ്പിച്ച് തന്നിട്ടില്ല. സ്റ്റാൻഡ് ഇപ്പോഴും എന്താ അടിയിലിരിക്കുവാണ് കേട്ടോ, ഇരിക്കുന്നതാണ്. അത് നമുക്ക് ഈ ഭാഗത്ത് പിടിപ്പിക്കണം എന്ന് വിചാരിച്ചായിരിക്കുന്നത്. ഇതാണെങ്കിലും നമുക്ക് ഉള്ളി മുളകും കൂടെ മാറ്റാം, കാരണം വാഴയ്ക്ക ഇപ്പോൾ ഏകദേശമൊക്കെ കാണും എന്ന് വിചാരിക്കാം. മെഴുക്കുവരട്ടിക്ക് വേണ്ടി ആയി. വാഴയ്ക്ക ഇച്ചിരി അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ അടിക്കാനല്ലേ, വേറെ ആർക്കും കൊടുക്കാനല്ലോ. പുഴുക്ക് പോലെയായോ? നോക്കാം. ഇതൊക്കെ ഓർമ്മയോടെ ഉണ്ടായിരുന്നില്ലേ? എന്ത് പോലെ അപ്പുറം കൊണ്ടുവച്ചു എന്ന് തോന്നണം. ഇരിക്കട്ടെ. ഈ പാത്രയിൽ മണർകാട് പള്ളിപ്പെരുന്നാളിൻ്റെ നേർച്ച വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ വിറകടുപ്പിൽ വയ്ക്കാനുള്ള ചീനിച്ചട്ടിയാണ് കേട്ടോ ഇത്. നമ്മുടെ പഴയ ചീനിച്ചട്ടിയാണ്. ഇവിടെ വിറകടുപ്പിൽ വയ്ക്കുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് കാണാനാണ് ഇവനിവിടെ കയറ്റി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പ്രിങ്കിൾസ് എന്ത് കാര്യത്തിനാണ് ഇത്? കുന്തിരിക്കുക, കൊതുകൊക്കെ പോകാൻ വേണ്ടി പുകയ്ക്കാം. പിന്നെ നമ്മുടെ കോഴിയുടെ നാടൻ മുട്ടയാണ് കേട്ടോ. നമ്മുടെ താറാവിൻ്റെ മുട്ടയാണ്. അത് നമ്മുടെ കാശ് കൊടുത്ത് വാങ്ങിയ വെള്ള മുട്ടയാണ്. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചാലോ? നമ്മളത്തേക്ക് ഇത് ഉണങ്ങിക്കോളും. ചെരിഞ്ഞു പോയി പാത്രം. ഈ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് ചെയ്യുമ്പോഴാണ് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്.
ശരിക്കും നോക്കട്ടെ. ചെറിയ തീയിലാണ് കേട്ടോ, കടുക് പൊട്ടിക്കേണ്ട, ചെറിയ തീയിലാണ്. ഇവിടെ ലോ ഫ്ലെയിം ഹൈ ഫ്ലെയിം എന്നും പറഞ്ഞ് കൂട്ടാൻ പറ്റത്തില്ല വിറകടുപ്പിൽ. അപ്പോൾ തീയൊന്ന് ചെറുതാക്കി വെക്കുക. അപ്പം ലോ ഫ്ലെയിമായി. നമ്മൾ വന്ന വഴി മറക്കരുതല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ ഇച്ചിരി ടേസ്റ്റി ആയിട്ട് വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കാമെങ്കിൽ അടിപൊളിയായിരിക്കും. ഇടയ്ക്കൊക്കെ ഇച്ചിരി ടേസ്റ്റി ഫുഡൊക്കെ കഴിക്കണ്ടേ. എന്തുകൊണ്ടോ ഇന്ന് വിറകടുപ്പിൽ അങ്ങോട്ട് കുക്ക് ചെയ്തേക്കാന്നങ്ങ് തോന്നി. രസം. ചേട്ടനാണെങ്കിൽ കോടാലിയൊക്കെ കാച്ചിക്കൊണ്ട് വന്നു. ചേട്ടനാണെങ്കിൽ അടിപൊളിയായിട്ട് കുറച്ച് വിറകൊക്കെ കൊത്തിക്കയറി തന്നു. കൊത്തിക്കീറാനൊന്നും അറിഞ്ഞൂടായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ്ങിലൊന്നും അറിയില്ലായിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഓക്കെ ആക്കി സെറ്റാക്കി തന്നു. അപ്പോൾ ഇത് മതി, ഓവറായിട്ട് മൂത്താൽ കൊള്ളത്തില്ല. മൊത്തത്തിൽ ഇതാണ് സുഹൃത്തുക്കളെ മെഴുക്ക് പുരട്ടി. നല്ല മെഴുക്ക് പോലെ ഉണ്ടല്ലേ. അപ്പോൾ അതാ ഇന്നത്തെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി കൊഞ്ചൊക്കെ വറുക്കാരിപ്പുണ്ട്, ആൻസൂട്ടിന് വേണ്ടിയിട്ടുള്ളതാ. അപ്പം എനിക്ക് ഏതായാലും ഇപ്പം സമയമില്ല. ഞാനാണെങ്കിൽ രാവിലെ പോയി നിൽക്കുന്നതാണ്, അത് ഇരുന്നിട്ടുകൂടി ഇല്ല. ഈ 3 പാത്രം കഴുകി വെച്ചാൽ മതി, ബാക്കി പണികളൊന്നുമില്ല കേട്ടോ. കഴുകാൻ ഇനി പാത്രമൊന്നുമില്ല. എല്ലാ പാത്രവും ഞാൻ കഴുകി ഇവിടെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതാ നമ്മുടെ വാഴക്കൊല കൊടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. ഇവിടെ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ സ്ഥിരം കൊടുക്കുന്നതുകൊണ്ട് അവർ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ ഒരുപാട് സർന്നിട്ടുണ്ടായിരുന്നു. ചക്കയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്ക ഇരിക്കുന്നു, ചക്ക. അതുപോലെ തന്നെ വാഴക്കുല. എടാ ഇഷ്ടംപോലെ വാഴക്കൊലകളാ കൂടുതലും അല്ലേ തവണ. കുമ്പളങ്ങി കപ്പളങ്ങി എന്നൊക്കെ കുറവാണ്. അവിടെ ഉണ്ട്, പൈനാപ്പിളൊക്കെ ഉണ്ട്, ചക്കയൊക്കെ ഉണ്ട്. നമ്മുടെയാണ് ഈ പൊട്ടിയ വാഴയ്ക്ക് വെച്ചത്. ഒരു കൊല എടുത്ത് വളർത്തിട്ടുണ്ട്. ആ മറ്റക്കൊല എടുക്കായിരുന്നു. വീട്ടിൽ ഇരുന്ന കൊല എടുത്തോണ്ട് പോരാ. അതെടുത്തിട്ട് ഇതെടുത്താൽ മതിയായിരുന്നു. അല്ല, അത് പഴുത്തില്ല, നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. എവിടെ? ഇത് നമുക്ക് എടുക്കാം. ജോർജ് കുട്ടിക്ക് അവനൊന്നും മൂത്രം ഒഴിക്കട്ടെ. അടുത്ത പോസ്റ്റ് വന്നു. ആ പോസ്റ്റ് അവന് ഇഷ്ടപ്പെട്ടില്ല. പുതിയ പോസ്റ്റ് ആയോണ്ട. ചീത്തയാക്കണ്ടല്ലോ. പഴയ പോസ്റ്റ് ഇവിടെ കാടും ചെറുത്. മൂക്കി വെള്ളം കയറിയോ? മാക്കോ അത് നടക്കും കേട്ടോ. അതെ, കാലം എൻ്റെ നിലത്തി ഔട്ടുണ്ട്. നീ അവൻ്റെ അടുത്തേക്ക് അല്ലടാ, അവൻ്റെ അടുത്തേക്ക് തന്നെ. നീ അവനെ തൊടാത്ത തന്നെ.
നീ ആദ്യം കമന്ന് നീന്താൻ പഠിക്കടാ ആൻസ്, എന്നിട്ട് നീ മലന്ന് നീന്ത. കമഴ്ന്ന് നീന്താൻ പഠിക്ക. അങ്ങനെ ആൻസൂട്ടൻ്റെയും ബാസ്കിമോൻ്റെയും കുളിസീനോട് കൂടി നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും this is signing off, Bindu's Dreams. Bye.